السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ഇൻഷാല്ലാ നമ്മൾ സ്വഹീഹ് ബുഖാരിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് 2. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഇനിയും ഉണ്ട് കുറച്ചും കൂടെ. ഇത് കമ്പാരിറ്റീവ്ലി ഷോർട്ടർ ആണ്. പിന്നെ കുറെ ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും. എന്നാലും പുതിയൊരു സീരീസ് ആകുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷനും ചില ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമായതുകൊണ്ട് പറയാവുന്നൊരു റിലാക്സ് ചെയ്തിട്ട് ഇരുന്ന് കേൾക്കുക ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ ബുക്കിനകത്തുള്ളത് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ആ ബുക്കിനെ കുറിച്ച് നമുക്ക് കുറച്ചൊന്ന് സംസാരിക്കാം. ഓക്കെ, നമുക്കറിയാം ബുക്കിന്റെ പേര് സഹീഹ് അൽ ബുഖാരി അല്ലെ, അങ്ങനെയാണ് നമ്മൾ പറയാറ് സാധാരണ. സുബ്ഹാനല്ലാഹ്, ഇതിനകത്ത് ബുഖാരി എന്ന് പറയുന്നത് ബുക്കിന്റെ പേരല്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അല്ലെ. അത് ആ ബുക്കിനകത്തുള്ള ഹദീസുകൾ കളക്ട് ചെയ്ത ആളുടെ പേരാണ്. ബുക്ക് എഴുതിയ ആള് അല്ലെങ്കിൽ ഓതർ എന്ന് പറഞ്ഞുകൂടാ. കാരണം അതിനകത്ത് ഉള്ള ഹദീസുകൾ അല്ലെങ്കിൽ നിവേദനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് അല്ലെ, ടെക്സ്റ്റുകൾ എവിടുന്നാ വന്നിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹാബാക്കളിൽ നിന്നും അല്ലെ, അങ്ങനെ അവര് കൈമാറി വന്ന ടെക്സ്റ്റുകളാണ് ഹദീസുകൾ. അത് കളക്ട് ചെയ്ത് എഴുതിയ ആളാണ് ഇമാം ബുഖാരി. ഈ ബുക്കിന്റെ കമ്പൈലർ എന്ന് പറയാം വേണമെങ്കിൽ ഇൻഷാല്ലാ. ഓക്കെ, അപ്പം അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായത് കൊണ്ട് തന്നെ സഹീഹ് അൽ ബുഖാരി എന്ന് പറയുന്നത്. ഇനി ഇമാം ബുഖാരിയുടെ ശരിയായ പേര് ഇമാം ബുഖാരി എന്നാണെന്ന് വെച്ചാൽ അതും അല്ലാന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയായിരിക്കും. ഇൻഷാല്ലാ നമുക്ക് ഇമാം ബുഖാരിയെ കുറിച്ച് ഇനി വരുന്ന സെഷനുകളിൽ സംസാരിക്കാം. ഓരോ സെഷനിലും നമ്മൾ കുറച്ച് അതായത് ഇമാം ബുഖാരിയെ കുറിച്ച് കുറച്ച് പറയുന്നുണ്ടാവും, അദ്ദേഹത്തിന്റെ അധ്യാപകരെ കുറിച്ച് പറയും, പിന്നെ ഹദീസുകളുടെ ഓതന്റിസിറ്റി, എങ്ങനെയാണ് ഹദീസുകളെ ക്ലാസിഫൈ ചെയ്യുന്നതെന്നും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മെല്ലെ മെല്ലെ പറയും ഈ കോഴ്സ് ഉടനീളം കുറെ കാര്യങ്ങൾ. കാരണം ഹദീസിനെ സംബന്ധിച്ച് നമുക്കൊക്കെ ഒരുപാട് ക്ലാരിറ്റി കുറവുകൾ പൊതുവെ നോർമൽ ആളുകളുടെ ഇടയിൽ കുറെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ, കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈവൻ ചില വാക്കുകളൊക്കെ തന്നെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹദീസുമായി ബന്ധപ്പെട്ട ചില ടെർമിനോളജീസ് ഒക്കെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒക്കെ ഉള്ള ചോദ്യങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും അല്ലെ. അപ്പം നരേഷൻ മത്ൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വഹീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹദീസിന്റെ നിവേദകൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് നിവേദകനാവാൻ പറ്റുന്നത്, എങ്ങനെയാണ് അത് വർക്ക് ആവുന്നത്, അങ്ങനത്തെ കുറെ പസിൽസ് നമ്മളെ കയ്യിൽ നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലെ. പക്ഷെ നമ്മൾ പോകെ കുറച്ച് ഗ്രാജുവലി ഓരോന്നും ക്ലിയർ ആക്കി പോകും. ആക്ച്വലി നമ്മൾ കുറേ മുമ്പേ എനിക്കൊന്ന് മിഷ്കാത്തിൽ ക്ലാസ്സുകൾ തുടങ്ങിയ സമയത്ത് ഉസൂലുൽ ഹദീസ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ആദ്യത്തെ ഒരു 4-5 സെഷന്റെ റെക്കോർഡിങ്സ് ഇപ്പോഴും എന്റെ ഗൂഗിൾ ഡ്രൈവിലുണ്ട്. യൂട്യൂബിലൊക്കെ ഇടുന്നതിന് മുമ്പേ ഉള്ള സംഭവമാണ് അത്. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് മനസ്സിലായത്, ക്ലാസ്സുകൾ ഇങ്ങനെ 2, 3, 4 സീരീസ് ക്ലാസ്സിലേക്കൊക്കെ പോയപ്പോൾ ആൾക്കാരുടെ എണ്ണം അങ്ങനെ കുറയാൻ തുടങ്ങി. കാരണം കുറച്ച് ഹെവിയാണ്, കുറെ ടെക്നിക്കൽ വാക്കുകളുണ്ട്, ഡെഫിനേഷൻസ് ഉണ്ട്, റൂൾസ് ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, കേട്ട ഒരുപോലെ തോന്നുന്ന പല കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ. അപ്പം കുറച്ചധികം എഫേർട്ട് സ്റ്റുഡന്റിന്റെ സൈഡിൽ നിന്നും ടീച്ചറിന്റെ സൈഡിൽ നിന്നും ഒക്കെ വരണം. പിന്നെ എല്ലാ ടൈപ്പ് ആളുകൾക്കും ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല. അത്രയും അതായത് ബേസിക്കിൽ നിന്ന് തന്നെ ബിൽഡ് ചെയ്യാൻ അത്രയും ഇൻട്രസ്റ്റ് ഉള്ള ആളുകളല്ലാത്തവർക്കൊക്കെ ഇതൊക്കെ എന്തിനാ ഇപ്പൊ നമ്മൾ അറിഞ്ഞിട്ടെന്നുള്ള ഒരു ചിന്ത വരുന്ന ഒരു സംഭവമായിരുന്നു ഉസൂലുൽ ഹദീസ്. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെയുള്ള കോഴ്സൊക്കെ ആ സമയത്ത് നിർത്തിയിട്ട് പിന്നെ വേറൊരു സ്റ്റൈലിലേക്ക് തുടങ്ങിയതാണ്. സുബ്ഹാനല്ലാഹ്, അതായത് സിമ്പിളായിട്ട് നമ്മളെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്ന, എല്ലാ പ്രായത്തിലും എല്ലാ ടൈപ്പുള്ള ആളുകൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സുകളായിരുന്നു പിന്നീട് എടുത്തത്. അൽഹംദുലില്ലാഹ് നമുക്ക് എല്ലാവർക്കും പല രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്താനും പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഹദീസ് സയൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉസൂലുൽ ഹദീസ് എന്ന് പറയുന്നത് ഫുൾ ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് തലയിൽ നിൽക്കാനും പറ്റില്ല, ബോറും ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളിങ്ങനെ കുറച്ച് ഓരോ പീസുകൾ അവിടെയും ഇവിടെയൊക്കെ നമ്മളെ ജിക്സോ പസിൽ പോലെ തന്നെ കുറച്ച് തന്നു കഴിഞ്ഞാൽ അവസാനം ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സുബ്ഹാനല്ലാഹ്. പക്ഷെ ശരിക്കും ജെന്യൂൻ ആയിട്ട് ഉള്ളിൽ നിന്ന് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് കുറെ കോഴ്സസ് ഉണ്ട് കേട്ടോ, അവൈലബിൾ ആയിട്ട്. ഉസൂലുൽ ഹദീസ് എല്ലാത്തിന്റെയും ഉസൂലുകൾ, അപ്പം ഫിഖ് ആണെങ്കിലും തഫ്സീർ ആണെങ്കിലും എല്ലാത്തിന്റെയും ഉസൂലുകളും അഡ്വാൻസ്ഡും ഒക്കെ പഠിക്കുന്ന കുറെ കോഴ്സുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ അവൈലബിൾ ആണ്. ഇൻഷാല്ലാഹ് ഇൻട്രസ്റ്റ് ഉള്ളവർ നന്നായിട്ട് വാച്ച് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഏറ്റവും ഹൈറായതിലേക്ക് തന്നെ എത്തിക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യുന്നത് കൺസിഡർ ചെയ്യാം താല്പര്യമുള്ളവർക്ക് ഇൻഷാല്ലാഹ്. ഇനി നമ്മൾ ഇന്നത്തെ സെഷനിലേക്ക് വരുമ്പം ആദ്യം നമ്മൾ ഈ ഗ്രന്ഥത്തിന്റെ സ്വഹീഹുൽ ബുഖാരി എന്ന് നമ്മൾ പറയുന്ന ഈ ഗ്രന്ഥത്തിന്റെ ഫുൾ നെയിം അതാണ് നമ്മൾ നോക്കാൻ പോണത്. അതിന്റെ പേര് ഇങ്ങനെയാ വരുന്നത്:
അൽ ജാമിഅ, അൽ മുസ്നദ്, അസ്സഹീഹ്, അൽ മുഖ്തസർ മിൻ ഉമൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസുനനിഹി വ അയ്യാമിഹി. അങ്ങനെയാണ് ഈ ഗ്രന്ഥത്തിന്റെ പേര് വരുന്നത്. അത്യാവശ്യം വലിയൊരു പേര് തന്നെയാണ് അല്ലെ. അപ്പം ഈ പേര് തന്നെ നമ്മൾ സാധാരണ ഒരു ബുക്ക് തുറക്കുമ്പോൾ അതിന്റെ ആമുഖം അല്ലെങ്കിൽ ലൈക് ഫോർവേഡ് പ്രിഫേസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം അല്ലെ, മുഖവുര എന്ന് പറയുന്ന സംഭവം. ഏകദേശം ഈ പേര് തന്നെ എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ആ ഒരു ആമുഖത്തിൽ എന്തൊക്കെ എഴുതണോ അതെല്ലാം ഈ പേരിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താണ് ഈ ബുക്ക് എന്നുള്ളത് ഈ വേർഡ്സിൽ, ഈ പേരിന്റെ ഓരോ വാക്കുകളിലും അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ നമുക്ക് ഈ വാക്കുകൾ ഓരോന്നും എന്താണെന്നൊന്ന് പരിചയപ്പെടാം. പല പല വാക്കുകളും നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉള്ള വാക്കുകളായിരിക്കും അല്ലെ. ജാമ്യ എന്ന് കേട്ടിട്ടുണ്ടാവും, സ്വഹീഹ് എന്ന് കേട്ടിട്ടുണ്ടാവും, ഈവൻ മുസ്നദ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പം നമുക്ക് ഈ ഓരോ വാക്കുകളൊന്ന് പരിചയപ്പെടാം ഇൻഷാ അല്ലാഹ്. ആദ്യമായിട്ട് അൽ ജാമ്യ. എന്താണ് ജാമ്യ? ജാമ്യ എന്നുള്ള വാക്ക് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ജമ അല്ലെ, ജമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ട് ചെയ്യുക, ശേഖരിക്കുക, സമാഹരിക്കുക, കുറെ കാര്യങ്ങൾ ഒന്നിച്ചു കൂടുന്നതിനാണ് ജമ എന്ന് പറയുന്നത്. അപ്പം ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഈ കളക്ഷനെ അൽ ജാമ്യ എന്നാണ് വിളിച്ചത്. ഓക്കെ, അൽ ജാമ്യ യഥാർത്ഥത്തിലാന്ന് വെച്ചാൽ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, അതായത് സമഗ്രമായിട്ടുള്ള, എല്ലാം ഉൾക്കൊള്ളുന്ന, ഓക്കെ, അത്രയും വിവിധ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളുടെ ഒരു കളക്ഷൻ. ഓക്കെ, കോംപ്രിഹെൻസീവ് എന്നും ഇംഗ്ലീഷിൽ പറയാം, മലയാളത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു കളക്ഷനാണ്, വെറുതെ കുറെ കാര്യങ്ങൾ കളക്ട് ചെയ്തതല്ല. ഓക്കെ, ഇനി ഇമാം ബുഖാരിയുടെ മുന്നേ വേറെ പലരും ഹദീസ് ഗ്രന്ഥങ്ങൾ ഇതുപോലെ കമ്പൈൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യമായിട്ടൊരു ഹദീസ് ഗ്രന്ഥം എഴുതുന്ന ആളൊന്നുമല്ല ഇമാം ബുഖാരി. ഇമാം ബുഖാരിയുടെ മുന്നേ മെയിനായിട്ട് 2 ടൈപ്പ് ഹദീസുകളാണ് നിലവിലുണ്ടായിരുന്നത്. ഒന്നാമത്തെ ടൈപ്പ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഹദീസും ഫിഖും കൂടെ ഉണ്ടായിരുന്നത്. ഉദാഹരണത്തിന് ഇമാം മാലിക്കിന്റെ മുവത്ത മാലിക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെ. മുവത്ത മാലിക് എന്ന് പറയുന്നത് ഈ ആദ്യ കാലഘട്ടങ്ങളിൽ വന്ന ഹദീസ് ഗ്രന്ഥങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് മുവത്ത മാലിക്. ഇമാം മാലിക് ഈ ഗ്രന്ഥത്തില് ഫിഖോട് കൂടിയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിഖ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അണ്ടർസ്റ്റാൻഡിങ്, ധാരണ, എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ, അതായത് അറിവിന് അപ്പുറത്ത് അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇപ്പൊ ഉദാഹരണത്തിന് വുളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുളു എന്താന്ന് അറിഞ്ഞാൽ പോലെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെ, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, ഓരോ സിറ്റുവേഷനിലും അതിന്റെ റൂൾ എന്താണ്, സക്കാത്ത് എന്താണ്, നോമ്പ് എന്താണ്, അതിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്, ഇന്ന രീതിയിൽ വരുമ്പോൾ അതെന്താണ്, അങ്ങനെയുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ധാരണ അല്ലെ, ഹജ്ജ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് ഫിഖ് എന്ന് പറയുന്നത്. വിവാഹം, പിന്നെ തൊലാക്ക്, ഹലാല് ഹറാമായ ഭക്ഷണങ്ങൾ, അങ്ങനെ കുറെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. അപ്പം ആ ഗ്രന്ഥങ്ങളൊക്കെ ഇപ്പോൾ മുവത്ത മാലിക് പോലെയുള്ള ഹദീസ് കളക്ഷനൊക്കെ ഹദീസുകളോട് കൂടി ഫിഖും കൂടെ പറയുന്ന ഗ്രന്ഥങ്ങളായിരുന്നു. ഓക്കെ, അതാണ് ഒരു ടൈപ്പ് അതിനു മുമ്പ് നിലനിന്നിരുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞത് ചില ഹദീസ് എഴുത്തുകാർ അല്ലെങ്കിൽ ഹദീസ് പണ്ഡിതന്മാര് അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് അറിയുന്ന എല്ലാ ഹദീസുകളും പ്രത്യേകിച്ച് ഒരു ഓർഡറിലോ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യത്തോടു കൂടിയോ അല്ലാതെ കമ്പൈൽ ചെയ്യുക. അതായത് കുറേ ഹദീസുകൾ ഒരു ബുക്കിൽ, അതിന് ഇന്ന ഇന്ന കാര്യത്തിന് വേണ്ടി. മറ്റേത് നമ്മൾ തൊട്ടു മുമ്പേ പറഞ്ഞത് ഫിഖോട് കൂടി അല്ലെ, അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് അതിന്റെ ഫിഖും കൂടെ ഹദീസ് പറഞ്ഞ ഫിഖോട് കൂടിയുള്ള ഗ്രന്ഥങ്ങളായിരുന്നു. വേറെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കുറേ ഹദീസുകൾ ഒന്നിച്ച് എഴുതിയിരുന്ന ഗ്രന്ഥങ്ങളായിരുന്നു. ഇമാം ബുഖാരി എന്താ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെ വിവിധ ചാപ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചു. ഓക്കെ, ഇപ്പം ഇമാം ബുഖാരിന്റെ ഗ്രന്ഥം കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ, നിങ്ങളെ കയ്യിൽ കോപ്പി ഉള്ളവരുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ വെബ്സൈറ്റിൽ റെഫർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നമുക്ക് കാണാം കുറെ ചാപ്റ്റേഴ്സ് ആയിട്ട് അല്ലെ. നിസ്കാരത്തിന് ഒരു ചാപ്റ്റർ ഉണ്ട്, നോമ്പിനുണ്ട്, വുളൂവിനുണ്ട്, ഹജ്ജിനുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, ഈവൻ തഫ്സീറിനുണ്ട്, ഇൽമിനുണ്ട്, പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിട്ടുള്ള ഇതുണ്ട്. ഇനി സഹാബാക്കളുടെ ചില ക്വാളിറ്റീസ് പറഞ്ഞുകൊണ്ടുള്ള ചാപ്റ്റർ ഉണ്ട്. ബദഉൽ ഖൽഖ്, അതായത് സൃഷ്ടിപ്പിന്റെ ആരംഭത്തിനെ കുറിച്ച് പറയുന്നതുണ്ട്, വിശ്വാസത്തിനെ കുറിച്ച് പറയുന്നതുണ്ട്. അങ്ങനെ കുറെ ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഇതിനെ അൽ ജാമ്യ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കുറെ ഹദീസുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത് പറഞ്ഞു എന്നുള്ള രീതിയിലല്ല. ഓക്കെ, പകരം പല ചാപ്റ്ററുകളുടെ കീഴില് ഒരുപാട് വിഷയങ്ങൾ, ഓക്കെ, വിഷയങ്ങളുടെ ഹദീസുകളുടെ കളക്ഷനാണ്. ഇപ്പം ഇന്ന് നമ്മൾ ഒരു ഉദാഹരണത്തിന് സുജൂദ് തിലാവത്തിന്റെ സുജൂദിനെ കുറിച്ച് ഒരു ഹദീസ് നമ്മളൊന്ന് കാണും. ഓക്കെ, അതായത് ഖുർആനിലുള്ള ചില ആയത്തുകൾക്ക് നമ്മൾ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞ ഹദീസിന് ഒരു ഉദാഹരണം നമ്മൾ കാണും. അപ്പൊ അതുപോലെ ജനാസ നമസ്കാരത്തിനെ കുറിച്ച് അങ്ങനെ കുറെ ചാപ്റ്റേഴ്സ്, ഓക്കെ, ഈവൻ ബിസിനസ് ഡീലിങ്സിനെ കുറിച്ച് അങ്ങനെ കുറെ ചാപ്റ്റേഴ്സ് ആയിട്ട് ഉള്ള
ബുക്സിൽ ഹദീസുകളുടെ ഒരു കളക്ഷനാണ് അൽ ജാമ്യ എന്ന് പറയുന്നത്. ഓക്കെ, കോംപ്രിഹെൻസീവ് മാക്സിമം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു കളക്ഷനാണ് അൽ ജാമ്യ. വെറുതെ ഉള്ള ഒരു കളക്ഷൻ അല്ല. ഇനി അടുത്ത വാക്കെന്ന് പറയുന്നത് അൽ മുസ്നദ്. ഓക്കെ, മുസ്നദ്. മുസ്നദ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പരിചയമുള്ള സനദ്. സനദ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? സനദ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചെയിൻ, ഒരു ചങ്ങലയാണ്. ഒരു ഒന്നിൽ നിന്ന് അടുത്ത ചങ്ങല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലൂടിക്കാലോ, ഓരോന്ന് കണക്റ്റഡ് ആണ്, ഒന്നിനോട് കണക്ട് ചെയ്ത് പോകുന്നതാണ് ചങ്ങല. അപ്പം നിവേദകരുടെ ഒരു ചങ്ങല, നിവേദന പരമ്പര എന്നൊക്കെ പറയില്ലേ, ചെയിൻ ഓഫ് നരേഷൻ, അതാണ് സനദ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഹദീസിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിനിയ്യാത്ത്. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഹദീസ് പറയുമ്പോൾ പറയാൽ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ പറയുമ്പോൾ ശരിക്കും നമ്മൾ വലിയൊരു അനീതി അവിടെ ചെയ്യുന്നത്. കാരണം ഇതിനിടയ്ക്ക് കുറെ ആളുകളുണ്ട് അല്ലെ, ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ള ആൾക്കാര്. സുബ്ഹാനല്ലാഹ്, അവരുടെ ഒന്നും പേര് നമ്മൾ മിക്കവാറും ഹദീസുകൾ പറയുമ്പോൾ പറയാറില്ല ഏത് സഹാബിയാണ്. പലപ്പോഴും ഏത് സഹാബിയാണ് പറഞ്ഞത് നമ്മൾ പറയാറുണ്ട്. ഇപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അവരിൽ നിന്ന് ഹദീസ് പഠിച്ചിട്ട് മറ്റുള്ളവരെ പഠിപ്പിച്ച് അങ്ങനെ അവരുടെ സ്റ്റുഡൻസിലൂടെ നമ്മളിലേക്ക് എത്തിയ ആ ഒരു ചെയിന് പലപ്പോഴും നമ്മൾ മിസ്സാക്കും പറയുമ്പോൾ. ആൻഡ് അവരൊക്കെ ഇത് പഠിച്ചത് പോണ വഴിക്ക് ഞാൻ ഇങ്ങനെ നടന്നു പോയിരുന്നു, അപ്പൊ ഒരു വീട്ടിൽ നിന്ന് ആരോ ഹദീസ് പറയുന്നത് കേട്ടു, അപ്പൊ ആ ഹദീസാണ് ഇത്. അങ്ങനെയല്ല അവരൊന്നും ഈ ഹദീസ് പറഞ്ഞ് പഠിച്ച് നമ്മളിലേക്ക് എത്തിച്ചതല്ലേ. അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവരൊക്കെ ഇപ്പം നമ്മൾ കഴിഞ്ഞ തഫ്സീറിന്റെ ഈ അടുത്തുള്ള ഒരു ക്ലാസ്സിനകത്ത് ഒരു ഹദീസിന്റെ കാര്യം പറയണ്ട അല്ലെ, മദീനയിൽ നിന്ന് ദമസ്കസിലേക്ക് ഒരാള് ദമസ്കസിൽ നിന്ന് മദീനയിലേക്ക് ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന കാര്യം. ഒരൊറ്റ ഹദീസ്, ഒരു ബുക്ക് പോലെയല്ല, ഒരു ഹദീസ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഇമാം ബുഖാരി ട്രാവൽ ചെയ്ത കഥ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇമാം ബുഖാരിയെ കുറിച്ച് നമുക്ക് പറയാം. അദ്ദേഹത്തിന് 1000-ഓളം അധ്യാപകരുണ്ടായിരുന്നു. 1000-ഓളം അധ്യാപകർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ജസ്റ്റ് റാൻഡം ആയിട്ട് ഹദീസ് കേട്ട അധ്യാപകനല്ല. അദ്ദേഹം ആ ഒരു അധ്യാപകന്റെ ഗ്യാതറിങ്ങിൽ ഇരുന്നിട്ട് അവിടെ ദിവസങ്ങളോളം ഇരുന്ന് ഹദീസ് പഠിച്ച അധ്യാപകരുടെ എണ്ണമാണ് 1000-ഓളം എന്ന് പറയുന്നത്. ഇനി ഇമാം മാലിക്, അദ്ദേഹം വലിയ ഒരു വളരെ പ്രശസ്തനായ ഹദീസ് പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡന്റ് കുറെ ദൂരത്ത് നിന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ഹദീസ് പഠിക്കാൻ വരികയാണ്. അപ്പം ഒരിക്കൽ ഇമാം മാലിക് ഇങ്ങനെ ഹദീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇത് മദീനയിലാണ്, അപ്പൊ പെട്ടെന്ന് ഭയങ്കര ഒരു സൗണ്ട് കേൾക്കും. അപ്പം എന്താ സംഭവം നോക്കിയാൽ കുറെ ആനകൾ വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആക്ച്വലി അതൊരു വലിയ കാര്യമാണ്. കാരണം അറേബ്യയിലെ ആനകളില്ലേ അല്ലെ, മദീനയിലെ ആനകൾ വരാന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് ദൂരത്തുനിന്ന് എവിടുന്നോ വന്നത്, ആഫ്രിക്കയിൽ നിന്നോ ഒക്കെ വന്നതായിരിക്കും. അപ്പൊ ആൾക്കാർ ഇത് കേട്ടപ്പം സുബ്ഹാനല്ലാഹ്, ഈ ഹദീസ് പഠിക്കാനിരിക്കുന്ന സ്റ്റുഡൻസും ഇത് കേട്ടപ്പം ആനയോ, എന്നാ പിന്നെ ഒന്ന് പോയി കണ്ടേക്കാം. കാരണം നമ്മളെ നാട്ടിൽ ഇത്രയും ആന ഉണ്ടായിട്ട് തന്നെ ആനനെ കാണുമ്പോൾ നമ്മളൊന്ന് എണീറ്റ് നോക്കും അല്ലെ. അപ്പം ആന ഇല്ലാത്തൊരു നാട്ടിൽ ആനനെ കണ്ടപ്പം ഓരോരുത്തരായിട്ട് ഈ സ്റ്റുഡൻറ് സർക്കിളിൽ ഓരോരുത്തരായിട്ട് ആനനെ കാണാൻ പോയി. പക്ഷെ അവസാനം ഒരു സ്റ്റുഡന്റ് അവിടെ തന്നെ ഇരിക്കണ്ടായിരുന്നു. അപ്പൊ ഇമാം മാലിക് ചോദിക്കും, നീ എന്താ പോണില്ലേ? അവൻ പറയും, ഞാൻ ഇത്രയും ദൂരം ഇവിടെ വന്നത് ആനയെ കാണാനല്ല, ഇത്രയും ദൂരം ഞാൻ വന്നത് താങ്കളിൽ നിന്നൊരു ഹദീസ് പഠിക്കാനാണ്. അങ്ങനെ ഈ സ്റ്റുഡന്റ് വർഷങ്ങളോളം ഇമാം മാലിക്കിന്റെ കമ്പനിയിൽ കണ്ടിന്യൂ ചെയ്തു ഹദീസ് പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പം അവർക്ക് ഹദീസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അവരിങ്ങനെ വെറുതെ അവിടെ നിന്നും തോണ്ടി ഒരു ക്ലാസ് കേട്ട് ഇവിടുന്ന് ഒരു ക്ലാസ് കേട്ട് അങ്ങനെയല്ല അവർ പഠിച്ചത്. നമ്മൾ ചെയ്യുന്നത് പോലെ അല്ലെ. നമുക്ക് ദീനിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ഒരു ക്ലാസ് അവിടെ തോണ്ടി ഒരു ക്ലാസ് ഇവിടെ തോണ്ടി, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിൽ എന്തെങ്കിലും ഒരു സെഷൻ ഒരു 30 മിനിറ്റിന്റെ അല്ലെങ്കിൽ ഒരു മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. ഇനി 1 മണിക്കൂറിന്റെ മേലെങ്ങാനും പോയാൽ ടീച്ചർക്ക് ചീത്ത ഉറപ്പാ. അതാണ് നമ്മളുടെ ഒരു സ്റ്റൈല്. എന്ത് ക്ലാസ് എടുക്കല അല്ലെ. ഇത്രയും അധികം ഫെസിലിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും കംപ്ലൈന്റ് ചെയ്യാൻ കാര്യങ്ങളുണ്ട്. ആണല്ലോ. പക്ഷെ ആർക്കെങ്കിലും ശരിക്കും ആത്മാർത്ഥമായിട്ട് ദീൻ പഠിക്കണം മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏതറ്റം വരെയും പോകും. ആൻഡ് അവർക്കുള്ള ഏത് സൗകര്യത്തിനെയും അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ആൻഡ് അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ എഫേർട്ടും അവരിടും. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമുക്ക് എളുപ്പം മാത്രം മതി അല്ലെ. കാരണം നമുക്ക് ദുനിയാവില് വേറെ കുറെ തിരക്കുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. ഇന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്.
പക്ഷെ അവർ ട്രാവൽ ചെയ്യായിരുന്നു. അത് ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒരു മാസം ട്രാവൽ ചെയ്യേണ്ടി വരും അല്ലെ. എന്നിട്ട് അവിടെ ദിവസങ്ങളോളം, മാസങ്ങളോളം, ചിലപ്പം വർഷങ്ങളോളം അവരുടെ അധ്യാപകരുടെ കൂടെ അവർ ചെലവഴിക്കും. ഓടിച്ചെന്ന് ഒരു ഹദീസും പിടിച്ചിട്ട് ഇങ്ങോട്ട് വരില്ലല്ലോ അവര്. സുബ്ഹാനല്ലാഹ്. പല പണ്ഡിതന്മാരെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. 10 കൊല്ലം മദീനയിൽ സ്പെൻഡ് ചെയ്തു, 10 കൊല്ലം മക്കയിൽ സ്പെൻഡ് ചെയ്തു. ഈവൻ കണ്ടംപററി ഇന്നത്തെ കാലത്ത് ലീഡിങ് അറേബ്യൻ സ്കോളേഴ്സിന്റെ ഒക്കെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർ കുറെ സ്ഥലങ്ങളിൽ കുറെ പ്രഗത്ഭ അധ്യാപകരുടെ കീഴിൽ പഠിച്ചവരായിരിക്കും. സുബ്ഹാനല്ലാഹ്. നമുക്കിതൊന്നും കേൾക്കുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും തോന്നൂല അല്ലെ. പക്ഷെ ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. അപ്പം ഹദീസ് പഠിച്ച ആളുകളുടെ ട്രഡീഷൻ ഇതായിരുന്നു. അവര് വർഷങ്ങളോളം യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. മുസ്നദ് എന്ന് പറയുമ്പോൾ സനദ് അല്ലെ, ഹദീസിന്റെ ടെക്സ്റ്റിന്റെ കൂടെ സനദും കൂടെ മെൻഷൻ ചെയ്യുമ്പോഴാണ് അത് മുസ്നദ് ആവുന്നത്. ഓക്കെ, അതായത് നരേറ്റേഴ്സിന്റെ ചെയിൻ, നിവേദക പരമ്പരയും കൂടെ ഹദീസിന്റെ ടെക്സ്റ്റിന്റെ കൂടെ മെൻഷൻ ചെയ്യും. അപ്പോൾ നമ്മളൊരു ലോങ് ചെയിൻ കാണാണ്. ഇപ്പൊ ഇവിടെ ഉദാഹരണത്തിന് നമുക്ക് സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കൊരു ഹദീസ് കാണാം. ഓക്കെ, ഇവിടെ ഓൾമോസ്റ്റ് ഒരു 1.5 ലൈൻ യെല്ലോ കളറിൽ ഞാൻ ആക്കിയത് മൊത്തം അത് സനദിന്റെ ചെയിനാണ്. ഹദ്ദസന മുഹമ്മദ് ഇബ്നു ബഷാർ قال حدثنا غندر قال حدثنا شعبة عن أبي إسحاق قال سمعت الأسود عن عبد الله رضي الله عنه. فهذا അത്രയും എന്താണ് അതിന്റെ സനദാണ്. സുബ്ഹാനല്ലാഹ്. സാധാരണഗതിയിൽ നമ്മൾ ഇതിന്റെ ട്രാൻസ്ലേഷൻ കാണുമ്പോൾ ലാസ്റ്റ് പറഞ്ഞ അബ്ദുള്ള റളിയല്ലാഹു അൻഹു നിവേദനം അത്രേ ഉണ്ടാവുള്ളൂ അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാണാം. ഇംഗ്ലീഷിലാണെങ്കിൽ അതെ, നാരേറ്റഡ് അബ്ദുള്ള ഇബ്നു മസ്ഊദ്, അത്രേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും ഒരു അനീതിയാണ്. ഈ ഇടയിലുള്ള കുറെ ആളുകളുണ്ട് അല്ലെ, ആ ചെയിന് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എളുപ്പം, നമുക്കതൊരു ഭാരമാണ്. നമുക്ക് എപ്പോഴും പൊതുവെ മനുഷ്യന്മാർക്ക് അങ്ങനെ എളുപ്പമാണല്ലോ അല്ലെ കാര്യം. അപ്പം എന്താണ് ഈ ഇടയിലുള്ള ആളുകള്, അവരൊക്കെ എന്താ ചെയ്തത്? നമ്മൾ എന്താ ചെയ്യുക? വേഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു എന്നിട്ട് കാര്യങ്ങളുടെ കംപ്ലീറ്റ് ചെയ്യും അല്ലെ. കാരണം ഇവരൊന്നും ഇത്രയും എഫേർട്ട് ഇതിനിടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇത്രയും വർഷങ്ങളോളം, മണിക്കൂറുകളോളം അവരുടെ വ്യത്യസ്തരായ അധ്യാപകരുടെ മുമ്പിൽ ഇരുന്ന് അത് പഠിച്ച് പഠിച്ച് നമ്മളിലേക്ക് എത്തിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത് കിട്ടൂലായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആരാണ് ഈ മുഹമ്മദ് ഇബ്നു ബഷർ? ആരാണ് ഗുന്ദർ? ആരാണ് ശുഅബ? ആരാണ് ഈ അബീ ഇസ്ഹാഖ്? ആരാണ് ഈ അസ്വദ്? സുബ്ഹാനല്ലാഹ്. ഇവരൊക്കെ ഹദീസ് പഠിച്ച് 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 നമ്മളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത ആളുകളാണ് അല്ലെ. അപ്പൊ മുസ്നദ് എന്ന് പറയുമ്പോൾ സനദോട് കൂടിയുള്ള, അതായത് ചെയിൻ ഓഫ് നരേഷൻ, നിവേദക പരമ്പരയോട് കൂടിയിട്ടുള്ള ഹദീസുകൾ. ഓക്കെ, ഹദീസിന്റെ ടെക്സ്റ്റ് വരുമ്പോഴാണ് അതിന് മുസ്നദ് എന്ന് പറയുന്നത്. അപ്പം ഈ മുസ്നദ് വെച്ചിട്ടാണ് ഒരു ഹദീസിന് ഓതന്റിസിറ്റി ഒക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഒരു ചെയിൻ ഓഫ് നരേഷൻ ഓതന്റിക് ആണ് അല്ലെങ്കിൽ സ്വീകാര്യമാണോ അല്ലെ, സഹിഹാണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കുന്നതെന്നൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ നമ്മുടെ അടുത്ത ക്ലാസ്സുകളിലോ ഇനി അല്ലാതെ ഒരു സെഷനിലോ ഒക്കെ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത വാക്ക് അസ്സഹീഹ്. ഓക്കെ, മുസ്നദ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്ന വാക്ക് സ്വഹീഹാണ്. എന്താണ് സ്വഹീഹ്? നമുക്കറിയാം അല്ലെ, സ്വീകാര്യമായിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇത് സ്വഹീഹ് ഹദീസാണ്, ഇത് ഹസന ഹദീസാണ്, ഇത് വഈഫാണ്, മൗദൂ ആണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പം മൗദൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജമായിട്ടുള്ള ഹദീസുകൾ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെ, ഒരു ഹദീസ്, അതിന്റെ ചെയിനോട് കൂടിയാണ് നിവേദനം ചെയ്യുന്നത്. ആരൊക്കെയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്തത്? ചില നെറേഷൻസിന്റെ ചെയിനുകള് അതിനെ ഗ്രേഡ് ചെയ്യും സ്വഹീഹായിട്ട്. ഇത് സ്വീകാര്യമാണ്. അതിന് പല മാനദണ്ഡങ്ങളും ഉണ്ട്, അതും നമുക്ക് പിന്നെ കാണാം. ഓക്കെ, അപ്പം ഓക്കെ, ഇന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഈ ഹദീസ് എന്താണ്, സ്വഹീഹാണ്. അതിനൊരു A grade A+ അങ്ങോട്ട് കൊടുത്തേക്കാം. ഓക്കെ, സ്വഹീഹായിട്ടുള്ള ഹദീസുകൾ. സുബ്ഹാനല്ലാഹ്. കാരണം ഇത് പഠിപ്പിച്ചു കൊടുത്ത അധ്യാപകനും ഈ സ്റ്റുഡന്റും ആ സ്റ്റുഡന്റിന്റെ സ്റ്റുഡന്റും ആ സ്റ്റുഡന്റിന്റെ സ്റ്റുഡന്റും എല്ലാവരും പെർഫെക്റ്റ് ആണ്. എന്തൊക്കെയാ കാര്യങ്ങൾ എന്നുള്ളത് ആണ് ഇതിന്റെ കണ്ടീഷൻസ്. ഓരോ ഹദീസ് പണ്ഡിതന്മാരും അവരുടേതായ കണ്ടീഷൻസ് ഉണ്ട് ഓരോരുത്തർക്കും. ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ സ്വഹീഹ് ബുഖാരിക്കാണ്, ഇമാം ബുഖാരിയാണ് അപ്ലൈ ചെയ്തത്. അതുകൊണ്ടാണ് ഏറ്റവും സൂപ്പർ ക്വാളിറ്റി ഹദീസുകൾ നമ്മൾ ഇമാം ബുഖാരിയിൽ കാണുന്നത്. ഓക്കെ, അപ്പം എല്ലാ ഗ്രേഡ് A അല്ലെങ്കിൽ A+ ഉള്ള ഹദീസുകളും അല്ലെങ്കിൽ ഇമാം ബുഖാരി കളക്ട് ചെയ്ത എല്ലാ ഹദീസുകളും A+ ഉള്ളതായിരുന്നു, അതായത് സ്വഹീഹായിരുന്നു. ജനറലി നമ്മൾ ഹദീസുകളുടെ ഗ്രേഡ് പറയുമ്പോൾ ഒരു 5 ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഓക്കെ, അത്
കുറെ ഒരുപാടാണെന്നൊക്കെ തോന്നുന്നവർ ഇതൊന്നും പഠിക്കേണ്ട കാര്യമൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറയുന്നു എന്നുള്ളൂ. മനസ്സിലാക്കുകയാണെങ്കിൽ ഹയർ, ഇല്ലെങ്കിൽ ജസ്റ്റ് കേട്ടിട്ട് വിട്ടേക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം 5 ഗ്രേഡാണ്. ഒന്ന് നമ്മൾ പറഞ്ഞ ഓത്തന്റിക് അല്ലെങ്കിൽ സഹീഹ്. രണ്ടാമത്തെ ലെവൽ, അതിന്റെ തൊട്ട് താഴെ ലെവലാണ് ഹസൻ. ഹസൻ എന്ന് പറഞ്ഞാൽ ഗുഡ്, നല്ലത്. ഓക്കെ. മൂന്നാമത്തത് വൈഫ്. വൈഫ് എന്ന് പറഞ്ഞാൽ വീക്ക് ആയിട്ടുള്ളത്. അതായത് നമുക്ക് A, B, C അങ്ങനെ ഗ്രേഡ് കൊടുത്ത് വേണമെങ്കിൽ പോവാം, കുറച്ചും കൂടെ ഒരു മോശമായിട്ടുള്ള. ഇനി അതിന്റെ താഴെ വൈഫ് ജിദ്ദൻ, വളരെയധികം വീക്ക് ആയിട്ടുള്ളത്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് മൗദൂ, ഫാബ്രിക്കേറ്റഡ് ആയിട്ട്, അതായത് വ്യാജമായിട്ട് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസുകൾ. അങ്ങനത്തെ ഹദീസുകളും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ആൻഡ് ഈ ഓരോ കാറ്റഗറിക്കും സബ് കാറ്റഗറികളും ഉണ്ട്. ഓക്കെ. ഹസൻ, നിങ്ങൾ ഇപ്പം ചില പ്രത്യേക വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകണില്ല, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. അതായത് സ്വഹീഹിനാണെങ്കിലും ഹസനാണെങ്കിലും അതിനൊക്കെ സബ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പം അതും നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീടുള്ള സെഷനുകളിൽ പഠിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം ഇമാം ബുഖാരി ഈ ബുക്കിൽ, സഹീഹ് ബുഖാരി ബുക്കിൽ സ്വഹീഹായിട്ടുള്ള ഹദീസുകൾ മാത്രമേ കളക്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇമാം ബുഖാരിയുടെ സഹീഹ് ബുഖാരിയിലുള്ള ഒരു ഹദീസിന്റെ കാര്യത്തിലും ഓതന്റിസിറ്റിന്റെ കാര്യത്തിലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല അല്ലെ. പലപ്പോഴും നമ്മൾ അവസാനം ബുഖാരി എന്ന് കണ്ടു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പെർഫെക്റ്റ്, സുബ്ഹാനല്ലാഹ്. കാരണം അതിനു മുമ്പ് ആരും സ്വഹീഹ് മാത്രമായിട്ടുള്ള ഹദീസുകൾ കളക്ട് ചെയ്തുകൊണ്ട് ഒരു ബുക്ക് ഇല്ല. ഇമാം ബുഖാരിന്റെ മുമ്പേ ഹദീസ് കളക്ഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ. ഇനി അടുത്ത വാക്ക് അൽ മുഖ്തസർ. മുഖ്തസർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ബ്രീഫ് ആയിട്ടുള്ള, ചുരുക്കിയ, കണ്ടൻസ്ഡ് അല്ലെങ്കിൽ സംഗ്രഹിച്ചത്. ഓക്കെ. സ്വഹീഹ് ബുഖാരി ആരെങ്കിലും കയ്യിലുണ്ടോ? അപ്പൊ അതിന് എത്ര വോള്യൂംസ് ഉണ്ട് നിങ്ങളുടെ കയ്യിലുള്ളതിന്? 8, 9 ഒക്കെ വോള്യൂമുള്ള ബുക്കുകളുണ്ട്. മലയാളത്തില്, ഇംഗ്ലീഷിൽ 9 ആണെന്ന് തോന്നുന്നു. മലയാളത്തിലെ ബുക്ക് ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എത്ര വോള്യൂം ഉണ്ടെന്ന് നോക്കാം. ഓക്കെ. അപ്പം മാഷാ അല്ലാഹ്, എത്ര വോള്യൂം ഉണ്ട് നിങ്ങളുടെ കയ്യിലുള്ളതിന്? ആരോ ഹാൻഡ് റൈസ് ചെയ്തല്ലോ, ചാറ്റിലിട്ടാൽ മതി. അപ്പം മുഖ്തസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ 10 വോള്യൂം, മാഷാ അല്ലാഹ്. അപ്പൊ അത്രയും ഉണ്ട്. ഓക്കെ. മുഖ്തസർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അബ്രിഡ്ജ് അല്ലെങ്കിൽ ചുരുക്കിയത്. അതായത് ഇമാം ബുഖാരി പല വിഷയങ്ങളുടെ മേലുള്ള സ്വഹീഹായിട്ടുള്ള ഹദീസുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓരോ വിഷയത്തിലെയും സ്വഹീഹായിട്ടുള്ള എല്ലാ ഹദീസുകളും കളക്ട് ചെയ്തിട്ടില്ല. മനസ്സിലായോ? ആളുകളുടെ വിചാരം ഓതന്റിക് ആയിട്ടുള്ള സ്വഹീഹായ ഹദീസ് ബുഖാരിയിലുള്ളത് മാത്രമാണെന്നാണ്. ബുഖാരിയിലല്ലാത്ത ഹദീസ് ആണെങ്കിൽ പിന്നെ അത് റോങ് ആണെന്നാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷേ സ്വഹീഹ് ബുഖാരിയിലുള്ള എല്ലാ ഹദീസുകളും എന്താണ്? സ്വഹീഹാണ്, ഓതന്റിക് ആണ്. പക്ഷെ എല്ലാ സ്വഹീഹായ ഹദീസുകളും ബുഖാരിയിലില്ല, സ്വഹീഹ് ബുഖാരിയിൽ ഇല്ല. മനസ്സിലായോ? അങ്ങനെയാണ് ഇത് മുഖ്തസർ ആവുന്നത്, അതായത് സമ്മറൈസ്ഡ് ആവുന്നത്, ചുരുക്കിയത്. അപ്പം ഈ ബുക്കിന്റെ വ്യാപ്തി, സ്കോപ്പില് അത് ജാമ്യമാണ്. കാരണം അത്രയും അധികം വെറൈറ്റി ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ കണ്ടന്റില് അത് മുഖ്തസറാണ്. അതായത് ഫുൾ ഓരോ ടോപ്പിക്കിലും എല്ലാ ഹദീസുകളും എല്ലാ സ്വഹീഹുകളും ഇതിലില്ല. ഓക്കെ. അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. സുബ്ഹാനല്ലാഹ്. നമുക്ക് വ്യത്യസ്ത വിഷയങ്ങളില് സ്വഹീഹായ ഹദീസുകൾ കാണാം, പക്ഷെ ഓരോ വിഷയത്തിലും എല്ലാ സ്വഹീഹായതും കാണൂല. കാരണം അങ്ങനെ വരുമ്പോൾ പഠനം കൂടുതൽ പ്രയാസമാകും. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പം കുറച്ച് മുമ്പേ കണ്ട ഹദീസിലെ തിലാവയുടെ, സുജൂദ് തിലാവയുടെ ഒരു ഹദീസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ആ ഒരു വിഷയത്തിൽ, അതൊരു ചാപ്റ്റർ ആണ് സ്വഹീഹ് ബുഖാരിയിൽ. ഓക്കെ. ആ ഒരു വിഷയത്തിൽ 50 സ്വഹീഹ് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കാം. പക്ഷെ ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ബുഖാരിയിൽ എല്ലാ 50ഉം ഉണ്ടാവില്ല. അദ്ദേഹം അതിൽ നിന്ന് കുറച്ചെണ്ണം സെലക്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുണ്ടാവുക. ആൻഡ് ആ സെലക്ഷൻ ഒരു ഹിക്മത്തോടു കൂടിയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഏതൊക്കെ ഉണ്ടെങ്കിലാണ് മതിയാവുക. ഓക്കെ. ഇപ്പൊ നമുക്കൊരു വിഷയം പഠിക്കണം എന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എത്ര ഹദീസുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ഹദീസുകൾ ഉണ്ടായാലാണ് മതിയാവുക എന്നുള്ള ഹിക്മത്തോടു കൂടിയുള്ള ഒരു ചൂസിങ് ആണത്. ഓക്കെ. അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് 50ഓ 100ഓ ഹദീസ് ഉണ്ടെങ്കിൽ ആ 50ഉം 100ഉം ഇതിനകത്ത് ഉണ്ടാവില്ല. പക്ഷെ അതിനകത്ത് വളരെ വൈസായിട്ട് സെലക്ട് ചെയ്ത കുറച്ച്, ആൻഡ് ആ കുറച്ച് മുഴുവനും എന്തായിരിക്കും? സ്വഹീഹായിരിക്കും. അങ്ങനെ. ഇനി അടുത്ത വാക്ക് എന്ന് പറയുന്നത് മിൻ ഉമൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമൂർ, അംറിന്റെ പ്ലൂറല്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഫയർസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാറ്റേഴ്സ്, കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ്, കൗല്. ഓക്കെ.
ഫെയൽ ആക്ഷൻസ് ആൻഡ് ഇഖ്റാർ അപ്രൂവൽസ്. ഈ 3 കാര്യങ്ങളും ഇതിനകത്ത് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്രുകൾ, അഫയേഴ്സ് എല്ലാം ഇതിനകത്ത് വരും ഈ ഹദീസിനകത്ത്. പ്ലസ് വ സുനനിഹി. സുനനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ സുന്നത്തുകൾ. സുന്നയുടെ പ്ലൂറലാണ് സുനൻ. ഓക്കെ, സുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു രീതി അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലും ആക്ഷനും അപ്രൂവലും മാത്രമല്ല, അത് സ്റ്റേറ്റ്മെന്റും ആക്ഷനും അപ്രൂവലും മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതികൾ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്തത് എന്നുള്ള ആ ഒരു വേസും ഇതിനകത്ത് ഉണ്ട്. ദെൻ അടുത്തത് വ അയ്യാമിഹി. അയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൗമിന്റെ പ്ലൂറൽ അല്ലെ, ദിവസങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിവസങ്ങൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബയോഗ്രഫി. ജീവിതത്തിലെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങളും നമുക്ക് സ്വഹീഹ് ബുഖാരിയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ ഇതൊരു സീറ ബുക്കാണെന്നും പറയാം അല്ലെ. ഇതിനകത്ത് അഖീദ പഠിക്കുന്നുണ്ടെന്നും പറയാം, പിന്നെ വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്, ഫിഖ് പഠിക്കുന്നുണ്ടെന്ന് പറയാം അല്ലെ, ഇനി ചരിത്രം പഠിക്കുന്നുണ്ടെന്ന് പറയാം. സുബ്ഹാനല്ലാഹ്, തഫ്സീർ പോലും സ്വഹീഹ് ബുഖാരിയിൽ നിന്ന് പഠിക്കാൻ പറ്റും. കാരണം നമ്മൾ തന്നെ ഓൾറെഡി പല തഫ്സീറുകളുടെ ലൈക് പല ആയത്തുകളുടെ വിശദീകരണമൊക്കെ സ്വഹീഹ് ബുഖാരിയിൽ വന്ന റെഫറൻസ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം അത്രയും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ബുക്കാണ് സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ ബുക്കിന്റെ പേരെന്ന് പറയുന്നത് ഈ ബുക്കിനൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഈ ബുക്കിന് വേണ്ടിയിട്ടുള്ള മുഖവുര അവിടെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, അതിനകത്ത് എന്താ ഉള്ളതെന്ന് കംപ്ലീറ്റ്ലി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഈ ഓരോ വാക്കും എന്താന്ന് ചോദിച്ചാൽ കിട്ടുമല്ലോ അല്ലെ. ഇൻഷാ അല്ലാഹ് ഒരു ക്വിസ് ടെസ്റ്റ് ആയിട്ട് വെച്ചിട്ട് ബുദ്ധിമുട്ടാക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. എന്നാലും ഫ്രീ ടൈം കിട്ടുവാണെങ്കിൽ നമ്മളെ വെബ്സൈറ്റിൽ ജസ്റ്റ് ഒരു 4-5 ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ലിങ്ക് പോസ്റ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ കമ്മിറ്റ് ചെയ്യുന്നില്ല, പറ്റുമെങ്കിൽ. അപ്പം നിങ്ങൾ ഇതുപോലെ ഫ്രീ ആകുമ്പോൾ ഓരോ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അത് ചെയ്തിട്ട് പോവാം ഇൻഷാ അല്ലാഹ്. ഞാനും ഒരു ഉറപ്പൊന്നും പറയുന്നില്ല, എന്റെ സമയത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമെങ്കിൽ അങ്ങനെ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ഈ ടേംസ് ഒക്കെ മനസ്സിൽ നിൽക്കുമല്ലോ, നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് അതിനൊരു മാർക്കൊക്കെ കാണുമ്പോൾ ആര് പേരും ഇതൊന്നും കൊടുക്കണ്ട, വെറുതെ അങ്ങ് ടെസ്റ്റ് ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് കമ്പൽസറി ആക്കുന്നില്ല. അപ്പൊ ജാമ്യ എന്ന് പറഞ്ഞ വാക്ക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കളക്ഷൻ ആണ്. ഓക്കെ, കളക്ഷൻ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്സിന്റെ പേരിലുള്ള കളക്ഷൻ. ഓക്കെ, കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. യെസ്, എന്നാലേ പഠിക്കും ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. പിന്നെ മുസ്നദ്. മുസ്നദ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ചെയിൻ ഓഫ് നറേഷൻ, ഇസ്നാദ് ഉണ്ടാവും അല്ലെ. ഈ ഹദീസുകൾ നറേറ്റ് ചെയ്ത ആളുകളുടെ പേരുകളോട് കൂടിയിട്ടുള്ള ഹദീസ് നറേഷൻ ആണ് മുസ്നദ് എന്ന് പറയുന്നത്. സ്വഹീഹ് ഓതന്റിക് ആയിട്ടുള്ള സ്വീകാര്യമായിട്ടുള്ളത്. മുഖ്തസർ ഷോർട്ട് ആണ് അല്ലെ, ചുരുക്കിയതാണ്. അത് കണ്ടന്റ് ചുരുക്കിയതായിരിക്കും. ഓരോ ഹദീസ്, എല്ലാ ടോപ്പിക്കിന്റെയും എല്ലാ ഹദീസുകളും, എല്ലാ ഓതന്റിക് ആയിട്ടുള്ള ഹദീസുകളും ഈ ബുക്കിൽ ഉണ്ടാവില്ല. ഓക്കെ, വ്യത്യസ്തമായ ടോപ്പിക്കുകളുടെ മേലിൽ ഓതന്റിക് ആയിട്ടുള്ള ഹദീസുകൾ ഉണ്ടാവും, പക്ഷെ ഓരോ ടോപ്പിക്കിന്റെയും എല്ലാ ഓതന്റിക് ഹദീസുകളും ഇതിൽ ഉണ്ടാവില്ല. പിന്നെ മിൻ ഉമൂരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് ബന്ധപ്പെട്ട മാറ്റേഴ്സ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം, ഖൗല്, ഫിഅല്, അപ്രൂവൽ. ഓക്കെ, വസുനനിഹി വ അയ്യാമിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ദിവസങ്ങളായ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സും ഉണ്ടാവും. ഇനി ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി 1-2 കാര്യങ്ങൾ പറയാം. ഹദീസ് എന്നുള്ള വാക്കിന്റെ പ്ലൂറലാണ് അഹാദീസ്. ഓക്കെ, അതുപോലെ സ്വഹാബി എന്റെ പ്ലൂറലാണ് സ്വഹാബ. ഇത് നമ്മൾ ചിലപ്പം തെറ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാക്കുകളാണ് അതൊക്കെ. പിന്നെ ഹദീസ് കളക്ഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഈ ഒരു ഹദീസ് ഗ്രന്ഥം മാത്രമല്ല, ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങൾ, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതിനകത്ത് 6 ഗ്രന്ഥങ്ങള് അസ്സിഹാഹു സിത്ത എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. 6 സഹീഹായിട്ടുള്ളത്, അതിന്റെ സഹീഹിന്റെ പ്ലൂറിലാണ് സിഹാഹു സിത്ത എന്ന് പറഞ്ഞിട്ട് ഉള്ള 6 ഗ്രന്ഥങ്ങളുണ്ട്. ആൻഡ് അതിനർത്ഥം ഈ ഗ്രന്ഥത്തിലുള്ള എല്ലാ ഹദീസുകളും സഹീഹ് ഗ്രേഡ് എ ആണെന്നല്ല. ഓക്കെ, ബുഖാരിയിലേക്ക് വരുമ്പോൾ എല്ലാ ഹദീസുകളും സഹീഹാണ്. പക്ഷെ തിർമിദി, ഇബ്നു മാജയിലേക്ക് വരുമ്പോൾ ചിലത് കുറച്ച് ലെസർ ഗ്രേഡ് ഉള്ള, അതായത് സഹീഹിന്റെ കുറച്ച് താഴെ ഉള്ളതുണ്ട്. പക്ഷെ അതിനവിടെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് അതിലേക്കൊക്കെ എത്താൻ അല്ലാഹു തൗഫീഖ് തരാണെങ്കിൽ നമുക്ക് ആ ഹദീസ് ഗ്രന്ഥങ്ങളിലേക്കൊക്കെ പോവാം ഇൻഷാ അല്ലാഹ്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ സ്വഹീഹ് ബുഖാരി തിരഞ്ഞെടുത്തത്? ഓക്കെ, ഖുർആൻ കഴിഞ്ഞു കഴിഞ്ഞാല് ലോകത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും ഏറ്റവും ഓതന്റിക് ആയിട്ടുള്ള ബുക്കാണ് സ്വഹീഹ് ബുഖാരി. ഓക്കെ, അത് മനസ്സിലാവട്ടെ, ഇറങ്ങി പതിയട്ടെ. എന്താണ് മോസ്റ്റ് ഓതന്റിക് ബുക്ക് ആഫ്റ്റർ ദി ഖുർആൻ. സുബ്ഹാനല്ലാഹ്. നമ്മൾ വായിക്കുന്ന ഏതൊരു ബുക്ക്, ഇപ്പൊ നമ്മളെ കുട്ടികളുടെ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്ക്
ചിലപ്പോൾ 4ഉം 5ഉം പ്രൊഫസർമാരൊക്കെ കൂടിയിട്ട് എഴുതിയതായിരിക്കും, സ്കൂളിലെയോ കോളേജിലെയോ ഒക്കെ അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്നാലും അതിനകത്ത് മിസ്റ്റേക്സ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ഇതെന്താ, ഇതിനെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ അല്ലെ. അതൊരു 20-30 വർഷം മുമ്പ് എഴുതിയതായിരിക്കും. അതിനകത്തുള്ള ചില കാര്യങ്ങൾ ഇപ്പം ചിലപ്പോൾ സയൻസോ റിസർച്ചോ തെറ്റാണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനത്തെ എല്ലാ ബുക്കുകൾക്കും എന്തുണ്ടാവും, വേർഷൻസ് ഉണ്ടാവും അല്ലെ. വേർഷൻ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 8ഉം 10ഉം 12ഉം 20ഉം വേർഷൻസ് ഉള്ള ബുക്കുകളുണ്ട്. നമ്മളെ ബ്രദർ 5 കൊല്ലം മുമ്പ് പഠിച്ച അതേ കോഴ്സാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും അതിന്റെ ആ ടെക്സ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ചിലപ്പോൾ 8th എഡിഷൻ തന്നെ വാങ്ങേണ്ടി വരും. കാരണം 4th എഡിഷനിലും 5th എഡിഷനിലൊക്കെ കുറെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇനി എത്ര വലിയ എക്സ്പേർട്ടുകൾ എഴുതി കഴിഞ്ഞാലും അതിനകത്ത് തെറ്റുകൾ ഉണ്ടാവും. നമ്മൾ അങ്ങനെ ഉണ്ടാവും എന്നുള്ള ബോധത്തോടു കൂടി തന്നെയാണ് നമ്മൾ പലതും പഠിക്കാറും. സുബ്ഹാനല്ലാഹ്. വേർഷൻസ് മാറും എന്നുള്ള അല്ലെ, നമ്മൾക്ക് തന്നെ അറിയാം. നമ്മളെ ഏത് ബുക്ക്, ഇന്ന ബുക്ക് വായിച്ചതാണ് ഏത് വേർഷനാന്ന് പലരും ചോദിക്കാറുണ്ട് അല്ലെ. ആ വേർഷൻ വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടുത്ത വേർഷനിൽ തെറ്റുകൾ തിരുത്തിയിട്ട് വരും എന്നുള്ളത് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ സൂറത്തുൽ ബഖറ പഠിച്ചപ്പോൾ അല്ലെ, ഖുർആൻ പഠിച്ചു തുടങ്ങിയപ്പോൾ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ദാലികൽ കിതാബു ലാ റൈബ ഫീഹ്. അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അത് കഴിഞ്ഞാൽ അല്ലെ, അള്ളാഹുൽ നിന്നുള്ള കലാമാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും ഓതന്റിക് ആയിട്ടുള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വഹീഹ് ബുഖാരിയാണ്. അതിനകത്തുള്ള ഓരോ ഹദീസും ഓതന്റിക് ആണ്, കംപ്ലീറ്റ്ലി ട്രൂ ആണ്. അത് സ്വഹീഹ് ബുഖാരിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഹദീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിനകത്തൊരു സംഭവം പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സംഭവം സംഭവിച്ചതാണ്, ഒരു സംശയവുമില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഓക്കെ. അപ്പം ഖുർആൻ കഴിഞ്ഞ ദ ബെസ്റ്റ്, ഏറ്റവും ഓതന്റിക് ആയിട്ടുള്ള ഗ്രന്ഥമാണ് സ്വഹീഹ് ബുഖാരി. ഇമാമുൻ നവവി പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, എല്ലാ പണ്ഡിതന്മാരും യുനാനിമസ്ലി ഐക്യകണ്ഠേന സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഖുർആനിന് ശേഷം സ്വഹീഹ് ബുഖാരിയാണ് ഏറ്റവും ഓതന്റിക് ആയിട്ടുള്ള ബുക്ക്. ഇനി ഇമാം ബുഖാരി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗ്രന്ഥം കമ്പൈൽ ചെയ്തത്? നമ്മൾ മുമ്പേ പറഞ്ഞു, ഈ ഒരു ടൈപ്പ് സ്വഹീഹുകൾ മാത്രം കളക്ട് ചെയ്തുകൊണ്ട് ചാപ്റ്റേഴ്സ് ഒന്നും ആക്കിക്കൊണ്ടുള്ള ഒരു ഗ്രന്ഥം ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പം എങ്ങനെയാണ് മൂപ്പർക്ക് ഈ ഐഡിയ കിട്ടിയത്? ഓക്കെ. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അതിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. എത്രത്തോളാണ് അദ്ദേഹം പഠിച്ചത്, എത്രത്തോളാണ് അദ്ദേഹം യാത്ര ചെയ്തത്, ആരിൽ നിന്നൊക്കെയാണ് അദ്ദേഹം പഠിച്ചതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ആൻഡ് പഠനം എന്നുള്ള, അറിവ് എന്നുള്ളതിനേക്കാളും ഭയങ്കര ഓണസ്റ്റ് ആയിട്ടുള്ള, സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ആൻഡ് ഒരു മാൻ ഓഫ് ക്യാരക്ടർ എന്ന് പറയാം, അത്രയും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ എത്രത്തോളം വാല്യൂ ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു സ്റ്റോറി അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരിക്കൽ അദ്ദേഹം ഒരു ഷിപ്പിൽ യാത്ര ചെയ്യായിരുന്നു. അപ്പം യാത്ര ചെയ്യുമ്പോൾ അയാൾ കൂടെയുള്ള ഒരാളെ പരിചയപ്പെടും. ഓക്കെ. അപ്പം ഇങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ച് വന്നപ്പോൾ ചിലപ്പോൾ നമ്മൾ അങ്ങനെയല്ല, നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ പറയും. അപ്പം ഇമാം ബുഖാരി ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് പറഞ്ഞു, എന്റെ കയ്യിൽ 1000 ദിനാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് വേറെ അങ്ങനെ ഷോ ഓഫ് ചെയ്യാനൊന്നുമല്ല, ആ സംസാരത്തിന്റെ ഒഴുക്കിൽ എന്തോ പറയുമ്പോൾ വന്നതാണ്. അപ്പം ഈ മനുഷ്യൻ കൊള്ളാലോ, 1000 ദിനാർ, അത് കുറച്ച് അധികം ഉണ്ടല്ലോ അല്ലെ, ആ പൈസ എങ്ങനെയെങ്കിലും തട്ടിയെടുത്താലോ എന്നുള്ള ഒരു ചിന്ത ഇയാളുടെ മനസ്സിലോ. ഇയാൾ ഒരു ദിവസം, കാരണം ഷിപ്പിലുള്ള യാത്രയല്ലേ, കുറെ ദിവസങ്ങൾ എടുക്കുമല്ലോ. അപ്പൊ ഇയാൾ ഒരു ദിവസം രാവിലെ ഭയങ്കര ഒച്ചയും വിളി ഉണ്ടാക്കാൻ തുടങ്ങി, എന്റെ പൈസ ആരോ കട്ടുവോ, എനിക്ക് കാണുന്നില്ല, അത് തപ്പിയിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവരും എത്രയുണ്ടെന്ന് നോക്കുമ്പോൾ 1000 ദിനാർ ഒരു പൗച്ചിലായിരുന്നു. ആ പൗച്ച് ഏകദേശം ഇങ്ങനെയാണെന്നൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. ഏകദേശം ഇമാം ബുഖാരിയുടെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ മാറ്റുന്നുണ്ട്. അപ്പം ഇയാളെ ഐഡിയ എന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ സെർച്ച് ചെയ്യും, ഫൈനലി ഇമാം ബുഖാരിന്റെ ബാഗിൽ നിന്ന് അത് കണ്ടുപിടിക്കും. അപ്പൊ പിന്നെ അത് എന്റെ പൈസ എന്ന് പറയും, എനിക്ക് തരും. അങ്ങനെയാണ്. അപ്പൊ ഇമാം ബുഖാരിനെ ഒരു കള്ളനായിട്ട് ചിത്രീകരിക്കാൻ പറ്റും. മൂപ്പർക്ക് ഇമാം ബുഖാരിന്റെ ഇമേജിനെ കുറിച്ചൊന്നും വലിയ ചിന്തയൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ, പൈസ കിട്ടിയാൽ മതി. അങ്ങനെ ആൾക്കാർ ഫുൾ സെർച്ച് ചെയ്യും, കപ്പലിനകത്ത് ഫുൾ സെർച്ച് ചെയ്യും. അവർക്ക് ഒരു ഈ 1000 ദിനാറിന്റെ ഒരു പൗച്ച് ഇവർക്ക് കിട്ടൂല. അങ്ങനെ അയാൾ പറയും കിടക്കുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇയാൾ വിചാരിക്കും, എന്നാൽ ഈ പൈസ ഇത് എവിടെയാ പോയത്? അപ്പം ഇയാൾ എന്നെ മെല്ലെ ഇമാം ബുഖാരിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, എവിടെയാ ഇത് ഒളിപ്പിച്ചു വെച്ചേ? അത് കണ്ടെത്താൻ പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കാം. ഓക്കെ. അപ്പം ഇമാം ബുഖാരി മറുപടി പറയും, ഞാനത് വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറയും. ഇവർ കപ്പലിലാണല്ലോ. അതായിരിക്കും, ഇത്ര വലിയ എമൗണ്ടോ? അന്നേരം ഇമാം ബുഖാരി പറയും, പൈസ ഇല്ല ഇപ്പോഴത്തെ പ്രശ്നം, ആൾക്കാര് എന്നെ ഒരു കള്ളനായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അങ്ങനെ എന്നെ കുറ്റക്കാരനായി കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ കള്ളത്തരമൊന്നും ചെയ്തിട്ടില്ല, പിന്നെ ആളുകൾ എന്നെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും? അപ്പം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ കാര്യത്തിൽ എങ്ങനെ എന്നെ വിശ്വസിക്കും? അവർക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റൂല. അതുകൊണ്ട് പൈസ അല്ല ഇവിടെ പ്രശ്നം, ഇപ്പൊ എന്റെ പ്രശ്നം എന്റെ വിശ്വാസ്യതയാണ്.
അപ്പം ആ ഒരു ഇമേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 1000 ദിനാറ് വെള്ളത്തിലേക്ക് വലിച്ചെറിയാണ്. സുബ്ഹാനല്ലാഹ്. എന്തിനു വേണ്ടിയിട്ട്? സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഒരു $1000 ഇത് പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്. എവിടെയെങ്കിലും ഫീസ് കേട്ട എന്തൊരു ഫീസാ, അവിടെ ഒന്നും പഠിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല അല്ലെ. എന്നാൽ നമുക്ക് ഇപ്പുറത്ത് നമ്മൾ പല ആവശ്യങ്ങൾക്കും, വീടെടുക്കാനും മുടി കൂട്ടാനും മക്കളെ പഠിപ്പിക്കാനൊക്കെ ആയിരക്കണക്കിന് പൈസ നമ്മൾ ചെലവഴിക്കുന്നുണ്ടാവും അല്ലെ. സുബ്ഹാനല്ലാഹ്. $1000 എന്ന് പറഞ്ഞാൽ വെറും 95,000 രൂപ. പക്ഷെ 1000 ദിനാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്കിന് ഏകദേശം 3,10,000 രൂപയാണ് അന്ന് കടലിൽ വലിച്ചെറിഞ്ഞത്. എന്തിനു വേണ്ടിയിട്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഞാൻ നറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്വീകാര്യത നഷ്ടപ്പെടും എന്ന് വിചാരിച്ച. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു സ്വഭാവത്തിന്റെ സത്യസന്ധതയുള്ള സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. ഇനി മറ്റൊരു സംഭവം പറയുന്നത്, ഇമാം ബുഖാരി അദ്ദേഹത്തിന് ഒരിക്കലും ഒരു സ്വപ്നം കാണാണ്ടായി. അപ്പം ആ സ്വപ്നത്തില് അദ്ദേഹം കാണുന്ന വെച്ചാല് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലാണ്. എന്നിട്ട് ഈ നമ്മുടെ ഹാൻഡ് ഫാൻ ഉണ്ടല്ലോ, വിഷറി എന്ന് പറയുന്ന സാധനം, അതുകൊണ്ട് ഈ ഈച്ചകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അതിനൊക്കെ ഇങ്ങനെ തുരത്തുകയാണ് ഈ ഫാൻ കൊണ്ട് വീശി വീശി വീശി. അപ്പം ഇതെന്താണ് ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് കുറെ അറിവുള്ള ആളുകളുടെ അടുത്തൊക്കെ ചോദിക്കും, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന പലരുടെ അടുത്തും. അപ്പം അവര് കൊടുക്കുന്ന മറുപടി എന്താന്ന് വെച്ചാല്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് കളവിനെ റിമൂവ് ചെയ്യും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കളവുകൾ, അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാതെ പറഞ്ഞിട്ടുണ്ടെന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പറഞ്ഞിട്ടും ലൈക്ക് അത് പുറത്തേക്ക് വരാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കളവുകളെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിമൂവ് ചെയ്യും എന്നാണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമായിട്ട് പറയപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി മറ്റൊരു കാര്യം, ഇമാം ബുഖാരി ഒരിക്കൽ പറഞ്ഞതായിട്ടും, ഇസ്ഹാഖ് ഇബ്നു റഹ്വൈ അദ്ദേഹത്തിന്റെ അധ്യാപകരിൽ ഒരാളാണ്. അപ്പം ഇസ്ഹാഖ് ഇബ്നു റഹ്വയുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരിക്കല് ഈ അധ്യാപകൻ പറയുണ്ടായി, നിങ്ങൾ ആരെങ്കിലും ഒരാള് സ്വഹീഹുകൾ, അതായത് ഓതന്റിക് ആയിട്ടുള്ള ഹദീസുകൾ മാത്രമായിട്ട് ഒന്ന് കമ്പൈൽ ചെയ്തിരുന്നെങ്കിൽ, ഒന്ന് കളക്ട് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഈ അധ്യാപകൻ വിദ്യാർത്ഥികളുടെ അടുത്ത് പറയണം. ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ടീച്ചറുടെ ഒരു ആഗ്രഹം പറഞ്ഞതാ, അങ്ങനെ ഒരു ബുക്ക്, അങ്ങനെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ബുക്ക് സ്വഹീഹ് മാത്രം, അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് നോക്കാലോ അല്ലെ, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരിക്കൽ പറയണ്ടായി. ഇമാം ബുഖാരിയുടെ മനസ്സിൽ അത് സെറ്റായി, അത് അദ്ദേഹത്തിനെ എൻകറേജ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം അത് മനസ്സിലേക്ക് എടുത്ത ആ മോട്ടിവേഷന്റെ പേരിലാണ് ഇത് എഴുതിയതെന്നാണ് പറയപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഏകദേശം 16 വർഷങ്ങളാണ് ഈ ജാമ്യന് വേണ്ടിയിട്ട്, സ്വഹീഹിന് വേണ്ടിയിട്ട് അദ്ദേഹം എടുത്തത്. 16 വർഷങ്ങൾ. നമ്മൾ ഒരു 1-2 വർഷം എടുത്തിട്ട് ഇതിന്റെ മുഴുവനല്ല, കുറച്ച് ഭാഗങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. എത്ര കാലം എടുക്കുന്നൊന്നും എനിക്കറിയില്ല, തുടങ്ങി നോക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പം അദ്ദേഹം 16 വർഷമാണ് ഇത് കമ്പൈൽ ചെയ്യാൻ വേണ്ടി എടുത്തത്. അപ്പം എങ്ങനെയാണ് കമ്പൈൽ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞ പോലെ ഒതന്റിക് ആയിട്ടുള്ള ഹദീസുകൾ മാത്രമാണ് എടുത്തത്. ആൻഡ് ഞാൻ ഇത് ബൈത്തുള്ളയിൽ വെച്ചിട്ടാണ് എഴുതിയതെന്നാണ് പറയപ്പെടുന്നത്. അതായത് കഅബയിൽ, മസ്ജിദുൽ ഹറമിൽ വെച്ചിട്ടാണ് എഴുതിയത്. സുബ്ഹാനല്ലാഹ്. ആൻഡ് ഓരോ ഹദീസിനും 2 റക്അത്ത് ഇസ്തിഖാറ നമസ്കരിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ ഗ്രന്ഥത്തിൽ എഴുതിയ ഓരോ ഹദീസിനും അത് എഴുതുന്നതിന് മുമ്പ് 2 റക്അത്ത് ഇസ്തിഖാറ നമസ്കരിക്കുമായിരുന്നു. നമുക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും എന്താണ് കടുപ്പം വരെ തീരുമാനം എടുക്കാൻ ഒരു ഇസ്തിഖാറ നമസ്കരിക്കാൻ നമുക്ക് മടിയാണ് അല്ലെ. ഇസ്തിഖാറിന്റെ വാല്യൂ ഒക്കെ എന്താ, ലാവില്ല. അപ്പൊ ഓരോ ഹദീസിനും അദ്ദേഹം ഇസ്തിഖാറ നിസ്കരിക്കുമായിരുന്നു. ഏകദേശം 7000 ഹദീസുകളാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. അപ്പം ഇത്രയും ഇസ്തിഖാറകൾ നമസ്കരിച്ചിട്ടുണ്ട്. ആൻഡ് ഏതെങ്കിലും ഒരു ഹദീസ് ഓക്കെ ഇതെനിക്ക് ഉറപ്പാണ് എന്ന് അത്രയും തോന്നിക്കഴിഞ്ഞാൽ ഇസ്തിഖാറ നിസ്കരിച്ചാലേ അത് എഴുതുള്ളായിരുന്നു. അപ്പം അദ്ദേഹം ഒരുപാട് ദുആ ചെയ്യുമായിരുന്നു ആൻഡ് കുറെ ഹാർഡ് വർക്കും ചെയ്യുമായിരുന്നു. കാരണം അത്രയും സ്ട്രിക്റ്റ് കണ്ടീഷൻസ് ആണ് ഇമാം ബുഖാരി ഈ ഗ്രന്ഥത്തിൽ എഴുതിയ ഓരോ ഹദീസിനും. അപ്പൊ ഓരോ ഹദീസും ഈ കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്താൽ മാത്രം, എന്നിട്ട് സഹീഹാണെന്ന് തോന്നിയാൽ ദുആ ചെയ്തിട്ട് ഇസ്തിഖാറ നിസ്കരിച്ചിട്ട് അദ്ദേഹം അത് എഴുതണമായിരുന്നു. മാത്രമല്ല കുളിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഓരോ ഹദീസിന്റെ മുമ്പും കുളിച്ച് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് എഴുതുകയായിരുന്നു. അപ്പം അത്രയും ഓതന്റിക് ആയിട്ടുള്ള ഹദീസുകൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് ഇസ്തിഖാറ നമസ്കരിച്ച് കുളിച്ച് ഏറ്റവും ബെസ്റ്റ് പ്ലേസിൽ ഇരുന്നിട്ടാണ് എഴുതിയത്. പിന്നീടാണ് ചാപ്റ്റർ ഹെഡിങ്സ്, ഓരോന്നിനും ചാപ്റ്ററുകൾക്ക് പേരുകൾ കൊടുത്തത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്കറിയാം ഇത് 7000 ഹദീസുകൾ ഒറ്റയടിക്ക് എഴുതിയതല്ല, ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട്. ആൻഡ് ഈ ചാപ്റ്റർ ഹെഡിങ്സ് എഴുതിയത് മസ്ജിദുൻ നബവിയിൽ വെച്ചിട്ടായിരുന്നു.
ഹദീസ് ബുക്ക് എഴുതാൻ തുടങ്ങിയത് മസ്ജിദുൽ ഹറമിലാണ്, കംപ്ലീറ്റ് ചെയ്തത് മസ്ജിദുൽ നബവിയിലാണ്. 16 വർഷം എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ബുക്ക് എഴുതി തീർത്തത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ബുക്കിന്റെ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് വേറെ ഒരു ബുക്കിനും ഇല്ലാത്ത, അല്ലെ, ഏറ്റവും ഓതന്റിക് ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ വെറുതെ ഒരു ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ക്ലാസ് എങ്കിലും ജീവിതത്തിൽ എടുത്തിട്ടുള്ള ആളുകൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ എത്ര മെന്റൽ സ്ട്രെസ്സിലൂടെ കടന്നു പോകാറുണ്ട്, അല്ലെ? എന്തെല്ലാം പ്രയാസങ്ങൾ നമുക്കത് അതിന്റെ നോട്ട് ഉണ്ടാക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും അത് എടുക്കാൻ ഒരുങ്ങുമ്പോഴും വരുന്ന തടസ്സങ്ങളും, അല്ലെ? സുബ്ഹാനല്ലാഹ്. 16 വർഷം ഈ ഗ്രന്ഥത്തില് ഓരോ ഹദീസ് എഴുതാനും അത്രയധികം ചിന്തിച്ച്, അത്രയധികം കണ്ടീഷൻസ് ചെക്ക് ചെയ്ത്, അത്രയും ദുആ ചെയ്ത് ഇസ്തിഖാറ നിസ്കരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ 16 വർഷവും അതിന്റെ മുമ്പുള്ള അദ്ദേഹം പഠിച്ച വർഷങ്ങളും എന്തായിരിക്കും അദ്ദേഹം ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവുക, കടന്നു പോയിട്ടുണ്ടാവുക? ഏത് ലെവലിലേക്കായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹമായിട്ട് അടുപ്പം കൂടിയിട്ടുണ്ടാവുക? സുബ്ഹാനല്ലാഹ്. ചില പണ്ഡിതന്മാര്, അത് എല്ലാ പണ്ഡിതന്മാരും തന്നെ ഇതിനെ വളരെയധികം പ്രശംസിക്കുന്ന ഗ്രന്ഥമാണ്, ഒരു സംശയവുമില്ല. കാരണം ഖുർആന് ശേഷമുള്ള ഓതന്റിക് ബുക്ക് എന്ന് പറഞ്ഞാൽ സംശയമേ ഇല്ല കാര്യത്തില്. ചില പണ്ഡിതന്മാര് ആ പറയുന്നുണ്ട്, ഇത് ഉമ്മത്തിന്റെ മേലെ ഒരു കടമാണ് ഈ ബുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതായത് ഇമാം ബുഖാരിയോട് നമുക്കുള്ള ഒരു കടപ്പാടാണ് ഈ ബുക്ക് ഉമ്മത്തിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലേ, ശരിക്കും കടപ്പാടല്ലേ? ഇത്രയും ഒരു വ്യക്തി, നബി അല്ലല്ലോ, നബുവത്ത് കിട്ടിയ വ്യക്തിയല്ലല്ലോ, ഇത്രയും ഒരു വ്യക്തി ഇതിനു വേണ്ടി പ്രയാസപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നമുക്കൊക്കെ ജസ്റ്റ് ഇപ്പൊ ഒരു ഫിംഗർ ടച്ചിന്റെ ഇത് നമ്മളെ മുമ്പിൽ ഇതൊക്കെ ഉണ്ട്, അല്ലെ? ഇപ്പം നിങ്ങൾക്കറിയാം, sunna.com അറിയാവുന്ന സൈറ്റ് അറിയാവുന്നവർക്ക് അറിയാം, ഓൾമോസ്റ്റ് എല്ലാ ഹദീസിലും എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്, അല്ലെ? നമുക്ക് ജസ്റ്റ് ഒരു ഫിംഗർ ടച്ച് മതി. ഇങ്ങനെ നമ്മളെ മുമ്പിൽ എത്തിയിട്ട് നമുക്ക് പരാതികൾ ബാക്കിയാണേ, അതവിടെ നിൽക്കട്ടെ. അത്രയും വർഷങ്ങള് ഓരോ ദിവസവും എങ്ങനെയായിരിക്കും കടന്നു പോയിട്ടുണ്ടാവാം? നമുക്ക് ശരിക്കും കടപ്പാട് തന്നെയല്ലേ, അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മളിൽ നിന്ന് അർഹിക്കുന്നുണ്ട് ഇമാം ബുഖാരി ഇത് ദുആ ചെയ്യാൻ. എല്ലാവരും നന്നായിട്ട് ഇത് മുഴുവനും തന്നെ പഠിക്കാനും, പഠിച്ചാൽ മാത്രം പോരാ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും. കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവും ഇത്രയധികം, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എളുപ്പം വന്നു കഴിഞ്ഞാൽ ഒന്നും പ്രയാസമില്ല. അള്ളാന്റെ ബർക്കത്ത് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഇഖ്ലാസോട് കൂടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് അങ്ങടെ എളുപ്പാക്കില്ല. ഓക്കെ, ഇവിടെ ഈ കേൾക്കുന്ന ഓരോരുത്തരും എന്നെ കൊണ്ട് ചെയ്യുന്നതിന്റെ ബെസ്റ്റ് ഈ കാര്യത്തിൽ, ഓരോ കാര്യത്തിലും ഖുർആൻ പറഞ്ഞു കൊടുക്കാൻ എന്ത് കാര്യം നമ്മൾ അവിടെ സെപ്പറേറ്റ് പറയുന്നത് കൊണ്ടാണ് അതിവിടെ ഞാൻ എടുത്തു പറയാത്തത്. ഈ കാര്യത്തിൽ നമ്മൾ ചെയ്യും എന്ന് മനസ്സിൽ തീരുമാനിക്കുക, റബ്ബിന്റെ അടുത്ത് തേടുക ഇൻഷാ അല്ലാഹ്. അപ്പം അത്രയാണ് ഇന്ന്. അപ്പം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒരു ഹദീസ്, ഓക്കെ, നേരത്തെ കണ്ട ഹദീസിനെ ഒന്നും കൂടെ കണ്ട് പോവാം. അപ്പം ഇമാം ബുഖാരി എഴുതിയ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലെ ഒരു ചാപ്റ്ററാണ് കിതാബ് സുജൂദുൽ ഖുർആൻ. ഓക്കെ, ഖുർആന്റെ സുജൂദ്, നമ്മള് സുജൂദ് തിലാവ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ചാപ്റ്റർ, ആ ഒരു ചാപ്റ്ററിനകത്ത് അതിനകത്തുള്ള ഫസ്റ്റ് ബാബ് എന്ന് പറയും ബാബു മാ ജാഅ ഫി സുജൂദിൽ ഖുർആനി വ സുന്നതിഹ. അതായത് സുജൂദ് ഖുർആനിന്റെ സുന്നത്തുകളെ കുറിച്ച് എന്താണോ വന്നത്, ബാബു മാ ജാഅ. ഓക്കെ, എന്താണോ വന്നത് അതിനെ കുറിച്ച് പറയുന്ന ബാബാണ് ഈ ബാബ്. അപ്പം അതിനകത്തുള്ള ഫസ്റ്റ് ഹദീസാണ് ഇത്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ഹദീസ് തന്നെയാണ്. حدثنا محمد بن بشار قال حدثنا عندر قال حدثنا شعبة عن أبي إسحاق قال سمعت الأسود عن عبد الله رضي الله عنه قال قرأ النبي صلى الله عليه وسلم النجم بمكة فسجد فيها وسجد من معه غير شيخ أخذ كفا من حس أو تراب فرفعه إلى جبهته وقال يكفيني هذا قرأته بعد ذلك قتل كافرا. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് സൂറത്തു നജ്മ് ഓതുകയും അതിൽ സുജൂദ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നവരും സുജൂദ് ചെയ്തു, ഒരു കിഴവൻ ഒഴികെ. അയാൾ തന്റെ കയ്യിൽ ചെറിയ കല്ലോ മണ്ണോ എടുത്ത് തന്റെ നെറ്റിക്ക് നേരെ ഉയർത്തി എനിക്ക് ഇത്രയും മതിയെന്ന് ജൽപ്പിച്ചു. അയാൾ ഈ സംഭവത്തിന് ശേഷം അവിശ്വാസിയായി വധിക്കപ്പെട്ടത് ഞാൻ കാണുകയുണ്ടായി. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു പരിചയത്തിന് വേണ്ടിയിട്ട് വായിച്ചെന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ എല്ലാ ഹദീസുകളും നമ്മൾ വിശദീകരിക്കുകയൊക്കെ ചെയ്യും. ഫസ്റ്റ് ചാപ്റ്റർ ഇതും അല്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു
PDF കിട്ടുമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം എൻ്റെ കയ്യിലുള്ളത് sunna.com. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം. SUNNAH.com. ഞാൻ വേണമെങ്കിൽ അത് ഗ്രൂപ്പിലിടാം. അപ്പം അതിനകത്ത് സഹീഹ് ബുഖാരി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും. ഓക്കെ, ആ സെക്ഷനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നും ഓരോ ചാപ്റ്ററിന്റെ കീഴിൽ എത്ര ഹദീസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇൻഷാല്ല ഒരു മലയാളം PDF കിട്ടുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിന്റെ പേജിൽ അപ്ലോഡ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് പോകെ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം നമ്മൾ പഠിക്കുന്ന ഹദീസുകൾക്ക് അനുസരിച്ച് ഇൻഷാല്ല. ഇനി ആരുടെങ്കിലും അങ്ങനെ ഒരു PDF ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. കാരണം ഇത് നമ്മളെ ഒന്നിച്ചുള്ള ഒരു ശ്രമമാണ്. ഓക്കെ, ടീച്ചറും കുട്ടികളൊന്നും അല്ല, നമ്മൾ ഒന്നിച്ച് ശ്രമിക്കണം. അപ്പൊ നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം. നമുക്ക് നോട്ട്സ് ഓൾറെഡി മലയാളം നോട്ട് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കിട്ടിയിട്ടുണ്ട്, ഇംഗ്ലീഷ് നോട്ട് ഒരാൾ എഴുതുന്നുണ്ട്, ഇനി അങ്ങോട്ടും ഇൻഷാല്ലാ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് സഹകരിച്ചിട്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർ മുന്നോട്ട് വരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ സൈറ്റിനകത്ത് അത് നിങ്ങളുടെ അടുത്ത് ടെക്സ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഹദീസ് ബുക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഖൈർ, അതിനകത്ത് നോക്കുക. ഈ ബാബ്, അതായത് ബാബു നമ്മളിപ്പോ പറഞ്ഞ സുജൂദ് തിലാവയുടെ കിതാബ് സുജൂദുൽ ഖുർആൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനകത്ത് ബാബു മാ ജാഅ ഫി സുജൂദിൽ ഖുർആനി വസുന്നതിഹ, ആ ബാബിനകത്ത് വരുന്ന ഫസ്റ്റ് ഹദീസ് ഒന്ന് നോക്കുക. ഓക്കെ, വെബ്സൈറ്റ് ആണെങ്കിൽ sunna.com, നിങ്ങളുടെ ബുക്കാണെങ്കിൽ അങ്ങനെ അതിൽ നോക്കി ജസ്റ്റ് ആ ഒരു ഹദീസിനെ ഒന്ന് വായിച്ചെടുക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് ഹദീസ് ഒന്ന് വായിക്കുന്ന ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് അതൊരു 10 മിനിറ്റ് എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല, മെല്ലെ ഒന്ന് വായിച്ചു നോക്കുക. ഇത് ഏകദേശം 17ാമത്തെ ചാപ്റ്ററിലാണ് ഇത് വരുന്നത് ഇൻഷാല്ലാ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് വെറുതെ അതൊന്ന് ചെയ്യാം ഇൻഷാല്ലാ. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് അടുത്ത ആഴ്ചയേ ഉള്ളൂ ഇൻഷാല്ലാ. ഓക്കെ, അപ്പം ഇനിയുണ്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ 1-2 സെഷനും കൂടെ ഉണ്ട്. നമ്മൾ ജുസ് 4 ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഫസ്റ്റ് ഹദീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. അതുവരെ ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി അങ്ങനെ പോവാം ഇൻഷാല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.